ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു സജു സാറ്റ്സ്. ഇന്ന് ഞാൻ കുറേ നാളത്തേന് ശേഷമാണ് ഓൺ വോയിസ് വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ ഞങ്ങളെ ഇക്കാടെ വീടിനടുത്ത് ഒരു ചെറിയൊരു വാട്ടർഫോൾ പോലെയുണ്ട്. ചെറിയ വാട്ടർഫോൾ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു തോടാണ്. അത് കുറച്ച് വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ മഴയും കൂടി ആയപ്പോഴത്തേനും നല്ല വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് പായലൊക്കെ ഉണ്ട്. കാരണം മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല പായലൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നല്ല ഇലയൊക്കെ നല്ല പൊടിച്ച് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പോണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ 2-3 തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയാണ് കുറച്ച് നീരൊഴുക്കുള്ള സ്ഥലങ്ങൾ. പിന്നെ ആഴം കുറവാണ്. പിന്നെ ഈ നമ്മൾ വെള്ളം ഒഴുക്കുള്ളിടത്തൊന്നും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം അവിടെ കുറച്ച് കുഴി പോലെയാണ്. കാരണം ഈ മണ്ണൊക്കെ എടുക്കുമ്പം ഈ മണ്ണ് വന്ന് അടിയുമ്പോഴത്തേനും കോരി മാറ്റുമ്പോൾ അവിടെ ഒത്തി കുഴിയാവും. കാരണം ഇപ്പം തുണിയൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ആൾക്കാർ പോകുമല്ലോ, അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. മോൾക്ക് ഈ വെള്ളത്തിലൊക്കെ ഇറക്കി വിടണമെന്നുണ്ട്. പിന്നെ കുറച്ച് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറക്കി വിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ പിന്നെ വീണ്ടും അവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നടന്നിട്ടാണ്. കാരണം നമുക്ക് ആ വെള്ളച്ചാട്ടം പോലെ ഉള്ളിടത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം അവിടെ നല്ല കുഴിയാണ്. ചെറിയൊരു ഊറ്റ് പോലെ ഒരു ചുഴി പോലെയുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, അത് മുകളിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കണ്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ ഒരു കുളമുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ സാധാരണ തുണിയൊക്കെ ഇപ്പം വെള്ളമൊക്കെ ഇല്ലാത്ത ടൈമിൽ ഞങ്ങൾ ഇവിടെ വന്നാണ്. ഇവിടെ വറ്റാറില്ല ഈ കുളം. നല്ല താഴ്ചയുണ്ട് അത്യാവശ്യം. ഇപ്പം മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ കലങ്ങി കിടക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല താഴ്ചയുള്ളതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. റബ്ബറാണ് കേട്ടോ, ചുറ്റും റബ്ബറാണ്. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തന്നെ ഇവിടെ അത്യാവശ്യം താഴ്ച കുറവാണ്, ഇറങ്ങാൻ പറ്റും. പിന്നെ അവിടെ കുറച്ച് ചെളിയൊക്കെ കലങ്കലായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ 2-3 ചെറിയ മീനിനെയൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഇപ്പം മീനൊക്കെ എന്ന് പറയുമ്പോഴത്തേന് ഈ മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് മീനൊക്കെ പിടിച്ചിട്ട് പോകാറുണ്ട്. നല്ല വലിയ മീനൊക്കെ കിട്ടാറുണ്ട്, കാരണം ഈ മഴയുടെ ഒഴുക്കിൽ വരുന്നത്. അങ്ങനെ ഇപ്പോൾ ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് സംഭവം. നല്ല സെറ്റാണ്, പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങി അവിടെ നല്ല കുഴിയാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഇരുണ്ട് പോലെ കിടക്കുന്നില്ല, അവിടെ നല്ല കുഴിയാണ്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ അടുത്ത മഴ വന്നായിരുന്നു. മഴ ചാറ്റൽ തുടങ്ങി. അപ്പോൾ മോൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഒരുപാട് സമയം അവിടെ നിന്നില്ല. നല്ല ഒഴുക്കുണ്ട്, വെള്ളം നല്ല ഒഴുക്കുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് കയറി വരാനായിട്ടൊരു തോട് ഇങ്ങനെ പാസ് ചെയ്താണ് കയറി വരാൻ. പിന്നെ ഞാൻ അവിടെ ഒന്ന് ഇറങ്ങി, കാരണം ഇത്രയും നേരം വെള്ളത്തിൽ നോക്കിക്കൊണ്ട് നടന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ ഒരു മോശമല്ലേ, നമ്മളല്ലേ, മലയാളികളല്ലേ. അങ്ങനെ ഞാനൊന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ അത്ര നമുക്ക് താഴ്ചയില്ല, ഇവിടെ നമുക്ക് പ്ലെയിനാണ്. കാരണം ഈ തൊഴിലുറപ്പിലെ ആൾക്കാരൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. എല്ലാവർക്കും നമ്മുടെ തോടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.